പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുപ്രഭാതം, സ്നേഹവന്ദനം. നമുക്ക് കർത്താവിൻ്റെ കൂടെ യാത്രയാകാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് ഞങ്ങൾ. കർത്താവേ, നിന്റെ തിരിച്ചോരയുടെ വിലയാണ് ഞങ്ങൾ. കർത്താവേ, നീ നിന്റെ തിരിച്ചോര കൊടുത്ത് വാങ്ങിയ അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായിരുന്ന മക്കളോട് അങ്ങ് കരുണ തോന്നണം. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ അക്രൈസ്തവരുണ്ട്. അവരെ നീ ഈ പ്രാർത്ഥന കൊണ്ട് സന്ധിക്കണം. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആ പാവപ്പെട്ട മക്കള് അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ അവരിന്ന് അനുഭവിക്കാൻ അവരെന്തിനു വേണ്ടി കണ്ണീരിടുന്നത്? ഏത് വിഷയത്തെക്കുറിച്ചാണോ, ഏത് വ്യക്തികളെക്കുറിച്ചാണോ, ഏത് വസ്തുവിനെക്കുറിച്ചാണോ അവരിന്ന് വേവലാതി കൊള്ളണത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ കുഞ്ഞു നൊമ്പരങ്ങളെപ്പോലും കർത്താവ് നീ ഏറ്റെടുത്തായിട്ട് അവർക്ക് ബോധ്യം തരണം. കർത്താവ്, അതിനുള്ള അടയാളങ്ങൾ കാണിക്കണ പ്രാർത്ഥിക്കുന്നത്. സുവിശേഷത്തിലാകമാനം അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ കാൽപാദങ്ങളും ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും നടക്കുന്ന കാൽപാദങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് മുന്നേറുന്ന ദൈവത്തിൻ്റെ കരുണാകടാക്ഷം ഓരോ അടയാളമായി നിങ്ങൾക്കിന്ന് ദൃശ്യവൽക്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കളും പറയും, കർത്താവെ ഒരു അടയാളം കാണിക്കണമേ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയണേന് ഒരു അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ ഒരു പിശുക്കുമില്ലാതെ നീ നിർലോഭമായിട്ട് അവരുടെ വാക്കുകളെയും പ്രാർത്ഥനയും ആദരിച്ചുകൊണ്ട് നീ അന്ന് തന്നെ അപ്പം തന്നെ അടയാളം കാണിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ മക്കളുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന്
ഇന്ന് അവർക്കൊരു അടയാളം കാണിക്കണമെന്ന് ഞാൻ അഭിഷിക്ത അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ വിശ്വാസം ആവേശപരമായ മുന്നേറ്റമായി മാറാനും എല്ലാതും അതിജീവിക്കാൻ ആവശ്യമായ ആത്മകരുത്ത് അവരുടെ ഹൃദയത്തിൽ വിളയാടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങളെ നിറയപ്പെടട്ടെ. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളും എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യേകത നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ തന്നെ ഉപേക്ഷിച്ച വിഷയമാകാം. ആ വിഷയം കർത്താവ് അഹ്റോൻ്റെ ഉണക്ക കമ്പുകൾ എങ്ങനെയാണോ പച്ച പിടിച്ചു വന്നത് അതുപോലെ നിങ്ങളുടെ പ്രത്യാശകൾ പൂരട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും വചനത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കുഞ്ഞുമക്കളെ ഓർത്തും പൊടിക്കുഞ്ഞുങ്ങളെ ഓർത്തും വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ, അവരുടെ രോഗങ്ങൾ, അവർ സംസാരിക്കാത്ത അവസ്ഥകൾ, അവർ കണ്ണു കാണാത്ത അവസ്ഥകൾ, കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ ദൂരങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളുമായിട്ട് മരുന്നും കൈയുമായിട്ട് നടക്കുന്ന ഒത്തിരി വേവലാതി, തങ്ങളുടെ ജീവിതം തന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങളുടെ സന്തോഷം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മക്കൾ ഓർത്ത് നൊമ്പരപ്പെടുന്ന മക്കളുണ്ട്. അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. എൻ്റെ കർത്താവേ, അവരെ എല്ലാവരും നീ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, നീ അവർക്ക് ദാനവും വാഗ്ദാനവുമായി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും കർത്താവേ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്തിനെക്കുറിച്ചാണോ, ആരെക്കുറിച്ചാണോ, ഏതിനെക്കുറിച്ചാണോ എന്ത് വേവലാതി മക്കൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ ദൈവക്കരുത്ത് നിങ്ങൾക്ക് അഭിഷേകമായി ലഭിക്കട്ടെ. നിങ്ങൾ ചാടി എഴുന്നേറ്റ് കർത്താവ് സ്വന്തം കാലം നിൽക്കുകയും മുന്നേറ്റത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. കർത്താവ് വലിയ സാക്ഷ്യങ്ങൾ പറയാൻ, ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങളെ, ചിന്തകളെ, തീരുമാനങ്ങളെ, ചർച്ചകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, യാത്ര ചെയ്യുന്ന വഴികൾ, തിരിച്ചു വരുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം, അതായത് ഇപ്പോൾ കർത്താവിൻ്റെ സഭയുടെ വളർച്ചാക്കാലമാണിത്. ലത്തീൻ സഭകളിലെ പള്ളികളിലെല്ലാം അച്ഛന്മാർ പച്ച ഉടുപ്പിട്ട് കുർബാനയെല്ലാം കണ്ടിട്ടില്ലേ? അതെന്താ ഉദ്ദേശിക്കുന്നത്? ആഗമനകാലം കഴിഞ്ഞ് തിരുപ്പിറവിക്കാലം വന്ന് പ്രത്യക്ഷീണ തിരുനാളും കഴിഞ്ഞ് കർത്താവിന് ജ്ഞാനസ്ഥാനത്തിൽ വെച്ച് തിരുപ്പിറവിക്കാലം അവസാനിച്ചു. പിന്നീട് വന്നത് ആണ്ടുവട്ടത്തിലെ ഓർഡിനറി ദിവസങ്ങളാണ്. അതെല്ലാം സഭാ വളർച്ചക്കാലമാണ്. അപ്പം സഭ വളരുമ്പോൾ നിങ്ങളും ഇതുപോലെ ആത്മാവിൽ വളരണം. സഭ വളർച്ചയുടെ ഒരു സമയമാണ്. കർത്താവാണെങ്കിൽ തന്നെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞിട്ട് ഈശോ എന്താ പറയണത്? അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദാറ്റ് മീൻസ് റിപ്പന്റ് എന്നല്ല പറയണത്. ടേക്ക് ദ ബെഡ് ഫോർ 1:15 മർക്കോസ്. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി. The time is fulfilled. സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. എന്താ സംഭവിച്ചാലേ, അതായത് ഇത്രയും നാള് ദൈവരാജ്യം എന്ന സംഭവം നമ്മളുടെ കൺവട്ടത്ത് പോലും ഇല്ല. ചൊവ്വാഗ്രഹവും നെപ്റ്റ്യൂൺ ഗ്രഹവും പ്ലൂട്ടോ ഗ്രഹം പോലും അങ്ങ് ദൈവരാജ്യം അനന്ത വിദൂരതയിലായിരുന്നു, കണ്ണിപ്പിടിക്കത്തിലായിരുന്നു. ഇപ്പം മനുഷ്യാവതാരത്തിലൂടെ കർത്താവ് വന്നപ്പോൾ എന്താ പറഞ്ഞത്? നൗ ഇറ്റ്സ് ടൈം ഈസ് ഫുൾഫിൽഡ്. ഇപ്പോൾ സമയം പൂർത്തിയായി, ദൈവരാജ്യം തൊടാവുന്ന അവസ്ഥയിലായെന്ന്. ദാറ്റ് മീൻസ് ഇതൊരു അവസരമാണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കണം. ഇതാണ് അവസരം. ഈ അവസരം കളയരുത്. എന്താണ് അവസരം കളയാതിരിക്കാനുള്ള? റിപ്പൻറ്റ് വെച്ചാൽ പശ്ചാത്തപിക്കണമെന്ന്. പശ്ചാത്തപിക്കുന്നത് എപ്പോഴും നിങ്ങൾ പശ്ചാത്താപം കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപം എന്ന് പറയുന്നത് വായിക്കരുത്. പശ്ചാത്താപം പാപമല്ല, പാപത്തെക്കുറിച്ചുമല്ല പലപ്പോഴും പശ്ചാത്താപം വരണത്. ദൈവസ്നേഹം നിറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സങ്കടങ്ങളാണ്. എന്താണ്? ഇത്രയും സ്നേഹിച്ച എൻ്റെ കർത്താവിനെ, ഇത്രയും സ്നേഹമായ കർത്താവിനെ ഞാൻ അറിയാൻ താമസിച്ചു പോയല്ലോ. അതാണ്. ഞാൻ അതിനു വേണ്ടി, ആ വചനത്തിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ.
ഉപേക്ഷ എന്ന പാപം ഉണ്ടായല്ലോ എന്നാണ്. ഉപേക്ഷയാണ് ഏറ്റവും വലിയ പാവമേ. അപ്പം അതുകൊണ്ടാണ് പാപത്തെ പശ്ചാത്താപവും. അപ്പം നമുക്ക് എന്തായാലും പാപം എന്ത് സംഭവമാണെന്ന് പറഞ്ഞാലും ശരി, പശ്ചാത്താപം കൊണ്ട് ഇതെല്ലാം. ഇപ്പോൾ 1 യോഹന്നാൻ 1:7 പറയുന്നത് എന്താ പറയണത്? അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുമെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? അതായത് നമ്മൾക്കിപ്പോൾ ഒരു ചതവുണ്ടായി. ചിലപ്പോൾ ശാരീരികമാകാം, ചിലപ്പോൾ മാനസികമാകാം. മാനസികമാണെങ്കിൽ ഹൃദയരക്തം ചിന്തും, ശാരീരികമാണെങ്കിൽ ശാരീരിക രക്തം ചിന്തും. പക്ഷേ when we take this blood in the name of Jesus, it will become the blood of Jesus. മനസ്സിലാക്കി? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലേശങ്ങളെ when we take the name of Jesus, കർത്താവിൻ്റെ ക്ലേശങ്ങളുടെ പേരിലും അതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് ഈശോൻ്റെ നാമത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ബ്ലഡ്, ഈ സഹനം നമ്മുടെ പാപത്തിന് പരിഹാരമാകും. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്നും മോചിക്കണം എന്ന് പറയുമ്പോഴേ കർത്താവിനെ കൂടി സഹിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു അർത്ഥമാണ് 2 തിമോത്തി 2:11 നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവനോടുകൂടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അതാണ് സംഭവം. അപ്പോൾ ഓരോ സഹനവും ആ സഹനം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മൾ നടത്തുമെന്നാണ്. അത് യേശുക്രിസ്തു നാമത്തിലാണ്, അവനോട് കൂടെയാണെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിരിക്കണം. പാപം എന്ന് ഓർത്തുകൊണ്ട് ചുമ്മാ പതറി ഇനിയിപ്പോൾ ചില പറയേ കുമ്പസാരിച്ചിട്ട് എന്തിനാ പിന്നെയും പാപം ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അത് വിഡ്ഢിത്തരമാണ്. കാര്യം എന്നറിയാമോ? അതായത് നമ്മൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ക്രിസ്തു പരിഹാരം ചെയ്തത് എന്തിലാണ്? ശരീരത്തിലല്ലേ, മനസ്സിലും. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിഹാരങ്ങളും. ഈ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാവുന്ന പോലെ അത് നമുക്ക് ക്ലേശവും ഉണ്ടാവും. അപ്പോൾ ക്ലേശമുള്ള സമയത്ത് ഭയങ്കരമായൊരു ഹാർവസ്റ്റിംഗ് ടൈമാണ്. എന്താ കാര്യം എന്നറിയാമോ? ആ ക്ലേശകാലത്ത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാക്കി കളയണം. എന്നിട്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം കാഴ്ചവെക്കണം. അപ്പോൾ എന്നാ പറ്റും? അതൊരു പരിഹാരം തന്നെയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും. അപ്പോൾ വിശുദ്ധി എളുപ്പമാണെന്ന് എൻ്റെ അർത്ഥം. ദ കിങ്ഡം ഓഫ് ഹാർട്ട്, അതായത് ഈശോ എന്താ പറഞ്ഞത്? പശ്ചാത്തപിക്കുവേൻ. എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കണമാണ് ദൈവരാജ്യം എന്ന് പറയണത്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം നമ്മളെ ഏറ്റെടുക്കും എല്ലാ മേഖലകളിലും. അപ്പോൾ ദൈവരാജ്യമായി. അപ്പം നീ ചെറുതായിട്ടൊന്ന് നീ ഒന്ന് ദൈവസ്നേഹം പശ്ചാത്തപിച്ചാൽ മതി. ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകണമെന്ന് ഈശോ പറഞ്ഞത്. ഭയങ്കര വർത്തമാനത്തിലാണ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സിമ്പിളായിട്ട് അത്രേ ഉള്ള കാര്യം. എന്താ കാര്യം? ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. നീ പശ്ചാത്തപിക്കുക. ദൈവരാജ്യം നിൻ്റെ വേൽത്തുമ്പിലാണ്, അറ്റത്താണ്, നിനക്ക് തൊടാവുന്ന രീതിയിലാണ്. അപ്പം ഇത്രയും അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല കാലം, വളർച്ചക്കാലമാണ്. അപ്പോൾ അത് നമ്മളുടെ നിലവിലുള്ള, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സന്തോഷത്തേക്കാൾ നല്ലത്, വില ഉള്ളത്, മൂല്യവത്തായിരിക്കുന്ന സങ്കടങ്ങളാണ്. when we take the name of Jesus Christ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എടുക്കാനുള്ള വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയും ഉണ്ടായാൽ മതി. അതുകൊണ്ടാവണം. അതങ്ങനെ ഈ സഭാ വളർച്ചക്കാലല്ലേ ഇത്. ഇപ്പോൾ വളരണതും അങ്ങനെയാണ്. വിശ്വാസത്തിൽ വളരണം, പ്രത്യാശ വളരണം, ദൈവസ്നേഹത്തിൽ വളരണം. വളർന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈടാക്കണം. ഓക്കെ, താങ്ക് യു. ഒരു പ്രത്യേക സുവിശേഷ വിഹിതമായ പദ്ധതി പ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ രൂപമാണ്. അത് ഉദ്ദേശിക്കുന്നത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ബൈ മെറിറ്റിൽ നടക്കാത്ത, അതായത് മെറിറ്റിൽ നടക്കാത്ത കാര്യങ്ങൾ, ബൈബിൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെർമിനോളജി ഫോർമുലയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മളുടെ ബുദ്ധി, ശക്തി, അനുഭവ പാരമ്പര്യം, നമ്മുടെ യുക്തി, നമ്മുടെ സ്വാധീനം,
നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ നമ്മളെല്ലാ മനുഷ്യരും എന്താണ് ചെയ്യണത്? എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ പരിശ്രമങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പരിശ്രമങ്ങളുടെയും പിന്നിലുള്ള എന്താണ്? മെരിറ്റുകൾ വർദ്ധിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളെന്തിനാണ് പഠിക്കണത്? നമ്മുടെ മെരിറ്റ്, നമ്മുടെ യോഗ്യത കൂട്ടാനാണ്. ഇപ്പോൾ ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പിന്നീട് ചില ആൾക്കാർ ചില സബ്ജക്റ്റ് വൈസ് ഒരു ക്രാഷ് കോഴ്സിന് പോകും. എന്താ കാര്യം? അവരുടെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്, അപ്ഡേഷൻസ്. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സ് പഠിച്ച് പുതിയ അപ്ഡേഷനിലേക്ക് പോകുന്നവരും ബേസിക്കായിട്ട് ചെയ്യണത് എന്താണ്? അവരുടെ മെരിറ്റ് വർദ്ധിപ്പിക്കുക, കപ്പാസിറ്റി കൂട്ടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് മാത്രം മതി. ചിലർ ബ്ലെസ്സിങ്സിൽ ആശ്രയിക്കും, ചിലർ അവരുടെ കഴിവിൽ തന്നെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവരുടെ കഴിവിൽ തന്നെ ആശ്രയിക്കും. അതിന് തെറ്റൊന്നുമില്ല, അവരുടെ കഴിവിൽ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. നിരീശ്വരരായിട്ട് ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരില്ലേ, അപ്പോൾ അവരുടെ കഴിവിലാണ് ആശ്രയിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയത്തില്ല ഈ കഴിവ് ആദ്യമേ നമുക്ക് നമ്മളുടെ മെരിറ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ദൈവം അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. അതാണ് നമ്മുടെ മെരിറ്റ് എന്ന് പറയുന്നത്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താ? ജനിതകമായി ഉള്ള നമ്മുടെ യോഗ്യതകൾ. ചില ആൾക്കാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, അല്ലേ? നല്ല ബുദ്ധി ഉണ്ടാവും. ചിലരുടെ മാതാപിതാക്കന്മാർ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അവർ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം അവർക്കൊരു ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ലോകത്തിലെ ആൾക്കാർ ബേസിക് മെറിറ്റുകൾ ഉണ്ടാകുന്നത് മുഴുവനും ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിൻ്റെ ഭാഗമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിട്ടാണ് ബ്ലെസ്സിങ് ചെയ്യണത്. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ള സൃഷ്ടപ്രപഞ്ചത്തെ നമുക്ക് എന്തിനുള്ളതാണ്? ഇപ്പോൾ നമ്മൾ ബഹിരാകാശത്ത് പോയാലും റെക്കോർഡിട്ടാലും ഇത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്ങിലുള്ളതാണത്. നിങ്ങൾ നാളെ ചൊവ്വയിൽ പോയാലും ശാസ്ത്രമാണെന്നൊരു കാര്യമില്ല. ആ ശാസ്ത്രത്തിൻ്റെ ബ്ലെസ്സിങ്സ് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സന്താന പുഷ്ടി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അതാണ് സംഭവം. ഉൽപ്പത്തി 1:28. അതാണ് ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരു വിശ്വാസിയാകണം നിർബന്ധമില്ല. നിരീശ്വരനായാലും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ നിർമ്മതക്കാരനായാലും ഇറ്റ് ഈസ് ദെയർ. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ചില ആൾക്കാർ അതിൽ പക്ഷേ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിന് ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ഈ പരിമിതികളെയാണ് ബൈബിൾ പിന്നീട് അഡ്രസ്സ് ചെയ്യണത്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിന് ജനിതകമായിട്ടുള്ള ഈ അനുഗ്രഹത്തിനും അത് നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ചതാണെങ്കിലും ബുദ്ധിക്കും ശക്തിക്കും അപ്പുറത്ത് ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ കുറേ ചലഞ്ചസ് വരും. ഇതിനാണ് ഞാൻ ഹെവി ഡ്യൂട്ടി എന്ന് ആദ്യം പറഞ്ഞത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഓർഡിനറി അല്ലാത്തതിനേക്കാൾ ഭാരപ്പെട്ട കാര്യങ്ങൾ. ഈ ഭാരപ്പെട്ട കാര്യങ്ങളിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നും പറഞ്ഞ് ബൈബിൾ വേറെ ഫോർമുല വെക്കണത്. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണതും അത് വർക്ക് ചെയ്യണതും ഈ ഫോർമുലയിലാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്. അത് വേണം ഒന്നുകൂടി ആ വചനം എടുക്കാം. എഫെസ്യസ് 2:8. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. എഫെസസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഫോർമുലയാണ്. എന്താണ് അത്? വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ
ഡെലിവറൻസ് വരണതും റിഡംഷൻ വരണതും എല്ലാം എന്താണ്? ചില സമയത്ത് ഹെവി ഡ്യൂട്ടിയാണ്, കൃപയാലാണ്. എന്താണ്? അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ആർജിതമല്ല. അത് നിങ്ങൾ ആർജിച്ചെടുക്കണതല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ ആർജിച്ചെടുക്കണതാണല്ലേ. MBA ഒക്കെ എടുക്കണതും MA എടുത്തിട്ട് MBA എടുക്കും, PhD എടുക്കും, അതെല്ലാം ആർജിച്ചെടുക്കണതാണ്. അപ്പം അത് നിങ്ങൾ നേടിയെടുത്തതല്ല. എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. പറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇനി എന്താ പറഞ്ഞത്? ഈ കൃപയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കൃപ എന്താണ്? അത് പറഞ്ഞ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ട്രയൽ ആൻഡ് എറർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് വെച്ചുകൊണ്ട് നിങ്ങൾ ആർജിച്ചെടുത്തതല്ല. പിന്നെ എന്താ? എങ്ങനെ എടുത്തതാണ്? ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പം കൃപ എന്ന് പറയുന്ന വിഷയമാണ് ഇന്ധനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇന്ധനം എന്ന് പറയുന്നത് കൃപയാണ്. അപ്പോൾ കൃപ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കൃപ എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സിനാണ് പറയണത്. ബ്ലെസ്സിങ്സ് ഇസ് നോട്ട് ഗ്രേസ്. ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് ആർ ഡിഫറെൻറ്റ്. ആ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും. ഇതിൻ്റെ എന്താണ്, ഈ പുതിയ ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ട് ധ്യാനത്തിന്. അപ്പോൾ അവർക്ക് പഴയ ക്ലാസ്സുകൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് ഇത് ഒത്തിരി പ്രാവശ്യം ആൾക്കാർ കേട്ട് കാണുന്ന കാര്യമാണിത്. പക്ഷേ ഞാനിത് വീണ്ടും പറയണതിൻ്റെ കാര്യം, പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം. ഉടമ്പടി എന്താണ്? ബ്ലെസ്സിങ്സ് എന്താണ്? കൃപ എന്താണ്? നമ്മൾ എവിടെയാണ് ഇനി നിക്ഷേപിക്കണത്? നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഓരോ ഘടകങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആൾക്കാരെ പോലെ എന്തുമാത്രം പ്രാർത്ഥനകൾ, എന്തെല്ലാം പ്രാർത്ഥനാ രൂപങ്ങളുണ്ട്, അതുപോലെ ഇതും ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കളയും. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള മ്യൂസിക് അറിയാൻ പാടില്ലാത്തവർ എന്ത് ചെയ്യും? ശാസ്ത്രീയ മ്യൂസിക് കൊടുത്താലും അവർ നാടൻ പാട്ടായിട്ട് പാടും. അതാണ് പ്രശ്നം. ഇപ്പം ശാസ്ത്രീയ മ്യൂസിക് അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രീയമായൊരു പാട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അത് പാടി നാടൻ പാട്ടാക്കി കളയവർ. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് അതിൻ്റെ വ്യക്തത അറിയാൻ പാടില്ലെങ്കിൽ അത് അവർ സാധാരണ ചെയ്തൊരു നൊവേനയ്ക്ക് കളയവർ. ഇത് ഭയങ്കര ഉടമ്പടിയുടെ ഏറ്റവും വലിയ അപകടമാണ്. ഇത് വന്നത് കൂടുതലും വരണത് പ്രായമായവരിൽ. അതുകൊണ്ട് പ്രായമായവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങളാരും അതിൻ്റെ അകത്ത് മുഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അത് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം സുവിശേഷ പദ്ധതിയായി എൻ്റെ ആധ്യാത്മികതയെ പരിവർത്തനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ കൃപ എന്താണെന്ന് അറിയണം. എന്താ കൃപ എന്താണ്? അത് 2 കൊറിന്ത്യൻസ് 12:9. 2 കൊറിന്ത്യൻസ് 12:9. 2 കൊരിന്തോസ് 12:9. 2 കൊറിന്ത്യൻസ് 12:9. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞ്, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിലാണ്. അതായത് എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി. ഇതിനാണ് കൃപ എന്ന് പറയണത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ബലഹീനതയിലാണ് എൻ്റെ നിങ്ങൾക്ക് എൻ്റെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ബ്ലെസ്സിങ്സ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. അത് പലപ്പോഴും സഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല, നമുക്ക് മതിയായതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഗ്രേസിനെ പ്രൊവിഷൻ വെക്കുന്നത്. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് വീട് കിട്ടിയെങ്കിലും അത് ബ്ലെസ്സിങ്സാണ്. പക്ഷേ വീട് കിട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി. എന്താ കാര്യം? വീട് വെച്ചിരിക്കുന്നത് അപ്പൻ്റെ സ്ഥലത്താണ്. കാശ് മൊത്തം മുടക്കിയിരിക്കുന്നത് മൂത്ത മകനാണ്. മൂത്ത മകൻ്റെ വൈഫ് പറയും, അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ പിന്നെ അപ്പൻ വീട് ഇളയ മകൾക്ക് കൊടുക്കുമല്ല എന്ന് പറയും. കണ്ടാ, അവിടെ സമാധാനം പോയി. ബ്ലെസ്സിങ്സ് ആണ്, പക്ഷേ സമാധാനം ഇല്ല.
ഇപ്പോൾ വീട് വെച്ച് നമ്മൾ കഷ്ടപ്പെട്ടു. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മൂത്തമാൻ എന്ത് പറയും? മൂത്തമാൻ്റെ വൈഫ് കല്യാണം കഴിച്ചപ്പോൾ പറയും, ഇതിപ്പോൾ അപ്പൻ്റെ സ്ഥലത്തല്ലേ നിൽക്കണത്, അപ്പം മരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ പേരിലാവും. അമ്മ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ, എനിക്ക് തരുക, എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് കലിയ, അപ്പോൾ തരത്തില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയുമ്പോൾ അസമാധാനമായി. ബ്ലെസ്സിങ്സ് കിട്ടി, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല, അനുഭവിക്കാൻ യോഗ്യതയില്ല. വീട് കിട്ടി, പക്ഷേ സമാധാനമില്ല. വീട് കിട്ടി നമുക്ക്, ബ്ലെസ്സിങ്സിന് ഇങ്ങനൊരു കുഴപ്പമുണ്ടാവും, അത് സഫിഷ്യൻ്റ് അല്ല. അതാണ് ഈശോ പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ബ്ലെസ്സിങ്സ് കിട്ടിയാലും വീട് കിട്ടിയാലും നിങ്ങൾക്ക് ജോലി കിട്ടിയാലും വീട് കിട്ടിയാലും അതിൻ്റെ സമാധാനമുള്ള വിഷയം എന്താണ്? വേറെ സബ്ജക്റ്റാണത്. സയൻസിൽ നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല, മനസ്സിലായി? അതാണ് വിഷയം. യുക്തിക്കോ ബുദ്ധിക്കോ വിദ്യാഭ്യാസത്തിനോ നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല. ആരാണ്? ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന്, സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ല. കാര്യം സന്തോഷത്തിന് കുഴപ്പം ഈശോ പറയും, സന്തോഷം 2 തരമുണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലോകത്തിൻ്റെ സന്തോഷമുണ്ട്. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം. ഗ്രേസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഗ്രേസിന് കൃപ മൂലമാണ് നമുക്കൊരു അനുഗ്രഹം ഒരു വീട്ടിന് കിട്ടണമെങ്കിൽ അത് എടുത്തു കളയാൻ ഈ മരുമകൾ ഇപ്പോൾ കുത്തുതല ഉണ്ടാക്കിയില്ലേ അമ്മായിയമ്മക്കെതിരെ. ഒരു പ്രശ്നവും ഇല്ല അവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഭാഗം ഉടമ്പടി ചെയ്ത് 4 പേർക്ക് 4 കഷ്ണമായിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ അത് മതി. പക്ഷെ അത് മനസ്സിലായി, ഈ മരുമകൾ ഇപ്പം തന്നെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങാനും ചത്ത പിന്നെ എന്ത് ചെയ്യും? വീട് അമ്മായിയമ്മയുടെ അപ്പനും ചാകും, നിങ്ങളും ചാകും. അപ്പം ഇവള് ചാകത്തില്ല, അതാണ് പ്രശ്നം. അപ്പനും ചാകും, നിങ്ങളും ചാകും. അപ്പം പിന്നെ എന്ത് ചെയ്യും? അമ്മായിയമ്മയും ഞാനുമായിരിക്കും. അമ്മായിയമ്മ പെമ്മക്ക് കൊടുക്കും വീട്. ഇല്ലാത്ത അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ബ്ലെസ്സിങ്സ് സമാധാനം ഗ്യാരണ്ടി ചെയ്യുന്നില്ല, അതാണ് വിഷയം. അതുകൊണ്ട് ഈശോ പറയും, ഈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കത് അനുഭവിക്കാൻ പറ്റും. മറ്റത് അനുഭവിക്കണമെങ്കിൽ ബ്ലെസ്സിങ്സ് ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപ അവിടെ ഗ്യാരണ്ടി ചെയ്യണം. അവിടെ ഒരു ഗ്യാരണ്ടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എപ്പോഴും നിങ്ങൾ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി ഗ്രേസിനെ ഉന്നം വെച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നല്ലത്. ഉടമ്പടിയിലെ ജീവിതക്രമം വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഗ്രേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ചേട്ടത്തിമാർ ഒക്കെ എന്നെ ത്രൂക്ഷോട് നോക്കണം, അച്ഛൻ ഗ്രേസ് എന്ന് പറഞ്ഞത് ഏത്? ഞങ്ങളുടെ അയൽവാസിയിലൊരു ഗ്രേസ് ഉണ്ടത്. ഗ്രേസ് എന്ന് വന്നിട്ടേ അതായത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ. ഇതിന് ഞാൻ എന്താ പറയുക, ദൈവത്തിൻ്റെ ശക്തിക്കാണ് പറയണത്. നിങ്ങൾ പറയണ പല കാര്യങ്ങളും ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയല്ല, ശക്തിയുടെ ഇഫക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഫക്റ്റ് എന്ന് പറയണത്? ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, സിമ്പിളായിട്ട് പറയാം. ഒരു കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? കറണ്ട് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റായിട്ട് വന്നിട്ട് അതൊരു പ്രകാശ ഊർജ്ജമായിട്ട് മാറിയിട്ട് ഇവിടെ മുഴുവനും വെളിച്ചം കൊണ്ട് നിറയുകയാണ്. അപ്പോൾ വെളിച്ചമല്ലല്ലോ, കറണ്ട് വേറെയല്ലേ. അതിൻ്റെ അകത്ത് വെളിച്ചം എന്നുള്ളതാണ് ബ്ലെസ്സിങ്സ്. കറണ്ട് ഓഫായി കഴിഞ്ഞാൽ വെളിച്ചം താനേ പോകും. അപ്പോൾ കറണ്ടാണ് ഗ്രേസ്, ഊർജം. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് ലഭിക്കുന്നതെല്ലാം ഇഫക്റ്റാണ്. ഈ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരമറിയാതെ കൊടിയിടരുത്. ശരിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഗ്രേസിനെ തന്നെ നമ്മൾ ആങ്കർ ചെയ്യണം, ഉന്നം വെക്കണം, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്റെ ശക്തി എന്നിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി എൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൻ്റെ പരാധീനതകളെ നിന്റെ നാമത്തിൽ ഞാൻ എടുക്കുകയും അതെല്ലാം
എൻ്റെ ബലഹീനമായ സാഹചര്യങ്ങള് എന്റെ ബലഹീനമായ സാഹചര്യങ്ങള് നിന്റെ ശക്തി ആർജിക്കാനുള്ള നിന്റെ ശക്തി ആർജിക്കുവാനുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിപാലനയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിനക്ക് നന്ദി പറയുന്നു. ശ്രുതികടെ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന.